Hello friends, welcome back to my channel Malsa Vlog. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്റ്റിക്കർ മേക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗൂഗിളിൽ നിന്ന് കുറച്ച് സ്റ്റിക്കേഴ്സ് സെർച്ച് ചെയ്തിട്ട് കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അമ്മയുടെ മൊബൈലിലാണിത്. അപ്പോൾ നമ്മൾ കുറച്ച് ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടിയിട്ട് നോക്കി കേട്ടോ. അപ്പോൾ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടപ്പോഴേക്ക് എന്താ പറയുക, വീഡിയോയിൽ അങ്ങോട്ട് ആകുന്നില്ല കേട്ടോ, എന്ത് ചെയ്തിട്ടും ആകണില്ല. പിന്നെ അവസാനം ബ്രൈറ്റ്നസ് കുറച്ചിട്ടു കേട്ടോ. എന്നിട്ടത് അത്രയ്ക്ക് കാണണമെന്നില്ല, എന്നാലും എങ്ങനെയൊക്കെയോ കാണുന്ന പോലെയൊക്കെ ഒന്ന് വരച്ചെടുത്തു. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ നോക്കി വരയ്ക്കാം. അത് പറ്റണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ട്രേസ് ചെയ്യാനാണ് കേട്ടോ. ഇനി നമുക്ക് സ്കെച്ച് പെൻ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ടൈപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പം വാട്ടർ കളർ ആണെങ്കിലോ പെയിൻറ്റിങ് ടൈപ്പ് ആണെങ്കിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ജസ്റ്റ് കളർ അടിച്ചെടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഇതിപ്പോൾ സ്മൂത്തി ആൻഡ് നല്ലോണം ഡാർക്കായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാനിത് എടുക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ്ലി നമ്മൾ യെല്ലോ കളർ അടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്രീൻ കളർ ഇലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കണം. അതിനകത്ത് കുറച്ച് നമ്മൾ അടിച്ചു കൊടുക്കാം. ഇത്തിരി മതി, കാരണം എല്ലാ കുഞ്ഞുമല്ലേ, അതുകൊണ്ട് തന്നെ ഇത്തിരി അടിച്ചാൽ മതി. ഇനി നമുക്ക് ആ ഒരു കമ്പ് പോലെ ഇരിക്കണ വകയില്ലേ, അവിടെയായിട്ട് നമുക്കിതുപോലെ ബ്രൗൺ കളർ വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ചെറിയതായിട്ടൊരു ബ്ലഷ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ഒരു ബ്ലഷിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഒരു പിങ്ക് കളറാണ് എടുത്തുള്ളത്. നല്ലോണം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൈ കാരണം വരയ്ക്കണം, കാണാൻ പറ്റില്ല അല്ലേ, സോറി. ഓക്കെ, പിന്നെ ഇത് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു, മറന്നുപോയത് കേട്ടോ. ഔട്ട്ലൈൻ ചെയ്യണത്, പക്ഷേ ഇത് ആക്സിഡൻ്റലി മറന്നുപോയി കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു പെൻസിൽ കൊണ്ട് വരച്ചതിന് ശേഷം ഇത് വരച്ചിട്ട് വേണം കളർ അടിക്കാൻ വേണ്ടിയിട്ട്. ഒന്നും സംഭവിക്കില്ല കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ടേപ്പ് വേണം. അപ്പോൾ ഒരു ടേപ്പ് എടുത്തിട്ട് നല്ലോണം, ഇത് നല്ല പാടാട്ടോ അതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം കിട്ടിയെന്ന് വിചാരിച്ചപ്പോൾ ഇത് ഇതുപോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ കിട്ടിയതല്ലെങ്കിൽ ഇതുപോലും കിട്ടില്ല എന്ന് ഓർത്തിട്ട് ഞാൻ മര്യാദയ്ക്ക് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കട്ട് ചെയ്തിട്ടാണ് ഒട്ടിച്ച് കൊടുത്തത് കേട്ടോ. ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ എക്സ്ട്രാ രണ്ടെണ്ണം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പെയിൻറ്റ് അടിച്ചത് അത്രയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് വീഡിയോയിൽ കാണിച്ചിട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒരു കുറച്ച് വൈറ്റ് പോർഷൻ കട്ട് ചെയ്തിട്ട് വൈറ്റ് പോർഷൻ ഇട്ട് കുറച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാൻ ജേണൽ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അത് ഞാൻ ഇതുപോലെ കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടതാണ്. പിന്നെ നോർമലി അത് ഒട്ടുന്ന സ്റ്റിക്കർ അല്ല കേട്ടോ. നമുക്ക് കുറച്ച് ഗ്ലൂ വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഗ്ലൂ വേണമല്ലോ. അങ്ങനത്തെ സ്റ്റിക്കർ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഗ്ലൂ വിത്തൗട്ട് ഗ്ലൂ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ നല്ല ക്യൂട്ടായിട്ട് ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ വരച്ച് എടുക്കുന്ന അനുസരിച്ച് ക്യൂട്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒട്ടിക്കുന്ന ഗ്ലൂവിനനുസരിച്ചുള്ള പവർ ഇരിക്കും കേട്ടോ, പറഞ്ഞു പോവുക വേണ്ടിയെന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.